നെക്സ്റ്റ് നമ്മൾ മെക്കാബെ-തിയറി മെത്തേഡ് കഴിഞ്ഞാൽ വേറൊരു മെത്തേഡ് ഉള്ളതാണ് പൊഞ്ചൻ-സാവരി മെത്തേഡ്. അപ്പോൾ ഇതിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മെക്കാബെ-തിയറി മെത്തേഡ് നമ്മൾ ഒരുപാട് അസംഷൻസ് ഒക്കെ എടുക്കുന്നുണ്ട്. എല്ലാ എൽ ഡാഷും വി ഡാഷും ഒക്കെ ഈക്വലായിട്ട്. പിന്നെ അവിടെ നമ്മൾ എനർജി ബാലൻസ് ഒന്നും എടുക്കുന്നില്ല. അപ്പോൾ പൊഞ്ചൻ-സാവരി മെത്തേഡ് ആകുമ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് എനർജി ബാലൻസ് വരും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓവറോൾ മെറ്റീരിയൽ ബാലൻസ് എടുക്കുകയാണെങ്കിൽ ഇതാണ് എൻ്റെ ഇക്വേഷൻ വരിക. d/w ഈക്വൽ ടു xw minus xf divided by xf minus xd equal to hw dash minus hf by hf minus hd dash. ഇതിൽ ഈ എക്സ്പ്രഷൻ നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കണം. hd dash is equal to hd plus qc by d യും അതേപോലെ hw dash is equal to hw minus qb by w. അപ്പോൾ ഇതിൽ hd എന്താ, hw എന്താ, hf എന്താ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഓവറോൾ മെറ്റീരിയൽ ബാലൻസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ മെക്കാബെ-തിയറിയിൽ ചെയ്യാറെന്താണ്, F is equal to d plus w, അതേപോലെ fxf equal to dxd plus wxw. ഈ ഇക്വേഷൻ മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ അല്ലേ. ഇവിടെ അഡീഷണൽ ആയിട്ട് ഞാൻ എന്താ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ എൻതാൽപ്പി കൂടെ കൺസിഡർ ചെയ്യും. അപ്പോൾ എൻ്റെ ഫീഡിൻ്റെ കൂടെ ഫീഡിൻ്റെ എൻതാൽപ്പി ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ F ഇൻറ്റു HF, ഓക്കെ, പ്ലസ് ഞാൻ ഡിസ്റ്റിലേഷൻ കോളത്തിലേക്ക് ഫീഡ് വെറുതെ കൊടുത്താൽ പോരാ, അതിനെ ഹീറ്റ് ചെയ്യണം. ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റീബോയിലറിൻ്റെ ഡ്യൂട്ടി വരും, അത് വേണം, QB. അതാണ് ഞാനിവിടെ QB ആയിട്ട് എഴുതിയേക്കുന്നത്. ഓക്കെ, ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ഡിസ്റ്റിലേറ്റ് ഉണ്ട്, അതിൻ്റെ കൂടെ HD വരും. ദെൻ എൻ്റെ റെസിഡ്യൂ ഉണ്ട്, അതിൻ്റെ കൂടെ HW വരും. അഡീഷണലായിട്ട് ആരും കൂടെ വരും, മുകളിൽ കിട്ടുന്ന ഡിസ്റ്റിലേറ്റ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടൻസേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ടൻസറിൻ്റെ ഡ്യൂട്ടി വേണം, അതാണ് ഞാൻ QC. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാറ് ലാസ്റ്റ് പാർട്ടിൽ കണ്ടൻസർ ഡ്യൂട്ടിയും റീബോയിലർ ഡ്യൂട്ടിയും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് HDയും HWയും അതേപോലെ HD ഡാഷും HW ഡാഷും കണ്ടുപിടിക്കാം. നമ്മളെ പൊഞ്ചൻ-സാവരി മെത്തേഡിലെ ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കാം. ദെൻ ഡിയും ഡബ്ല്യൂയും നമ്മൾ ഇതേ ഇക്വേഷൻ തന്നെ സോൾവ് ചെയ്തിട്ട് കണ്ടുപിടിക്കുക. തന്നിട്ടില്ല എങ്കിൽ F is equal to d plus w, Fx is equal to dxd plus wxw ഉപയോഗിച്ചിട്ട് ഡിയും ഡബ്ല്യൂയും കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ വരികയെന്ന് വെച്ചാൽ ഒന്ന് കണ്ടൻസർ ഡ്യൂട്ടി, വേറൊന്ന് റീബോയിലർ ഡ്യൂട്ടി. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. അത് ജനറൽ ആയിട്ടുള്ള എക്സ്പ്രഷനാണ്. ഇതിൻ്റെ ഡെറിവേഷൻ അങ്ങനെ ചോദിക്കാറില്ല, പ്രോബ്ലം തന്നെയാണ് 15 മാർക്കിന് ചോദിക്കാറ്. ഇനി ഞാൻ എൻറിച്ചിങ് സെഷൻ ബാലൻസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ് എക്സ്പ്രഷൻ കിട്ടുക. ln by vn plus 1 equal to xd minus yn plus 1 xd minus xn hd dash minus hvn plus 1 hd dash minus hln. എന്ന് വെച്ചാൽ ഞാൻ ഓരോ കോളം എടുക്കുമ്പോൾ എൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ നിന്നാണെങ്കിൽ വാപ്പർ ലീവ് ചെയ്യുന്നത് V1, ലിക്വിഡ് ലീവ് ചെയ്യുന്നത് L1, എൻ്റർ ചെയ്യുന്നത് L0, ഇവിടേക്ക് എൻ്റർ ചെയ്യുന്നത് V2. ഇതാണ് ഡെറിവേഷൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് സ്റ്റേജ് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് വാപ്പർ ലീവ് ചെയ്യുന്നത് V1 ആയിരിക്കും. അതേപോലെ താഴേക്കാണ് ലിക്വിഡ് പോകുന്നത്, അത് L1 ആയിരിക്കും. ഇനി മുകളിലുള്ളത് 0, 1നേക്കാളും മുകളിൽ, അതുപോലെ 1ൻ്റെ താഴെയുള്ളത് 2. ഇപ്പോൾ എൻ്റർ ചെയ്യുന്നത് V2 ആയിരിക്കും, ഇവിടെ എൻ്റർ ചെയ്യുന്നത് L0 ആയിരിക്കും. ദെൻ ഞാൻ സെക്കൻഡ് സ്റ്റേജിലേക്ക് പോവുകയാണെങ്കിൽ ലിക്വിഡ് എൻ്റർ ചെയ്യുന്നത് L1 ആയിരിക്കും, ലീവ് ചെയ്യുന്നത് L2 ആയിരിക്കും. സെക്കൻഡ് സ്റ്റേജിൽ നിന്ന് ലീവ് ചെയ്യുന്നത് V2 ആണ്, എൻ്റർ ചെയ്യുന്നത് എന്തായിരിക്കും, V3 ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത് ബാലൻസ് ചെയ്യുമ്പോൾ ഞാൻ nth സ്റ്റേജ് എൻറിച്ചിങ് സെഷൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇക്വേഷനാണിത്. അപ്പോൾ ഇതിൽ ഞാൻ n-ന് 0 എടുക്കുകയാണെങ്കിൽ എഴുതുന്ന ഇക്വേഷനാണിത്. ഇത് എഴുതി എന്തിനാണെന്ന് വെച്ചാൽ എൻ്റെ XDക്ക് കറസ്പോണ്ടിങ് ആയിട്ട് HD ഡാഷ് വരും, Y1 ഫസ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് HV1 വരും, ദെൻ XDക്ക് കറസ്പോണ്ടിങ് HD ഡാഷ്, X0ന് കറസ്പോണ്ടിങ് HL0. അതായത് HL0 എന്ന് പറയുന്നത് HD തന്നെയാണ്. കാരണം ഫസ്റ്റ് സ്റ്റേജിലേക്ക് എൻ്റർ ചെയ്യുന്ന ലിക്വിഡ് എന്ന് പറയുന്നത് എന്താ, എൻ്റെ റിഫ്ലക്സ് ആയിരിക്കും. റിഫ്ലക്സിൻ്റെ അതേ കോമ്പോസിഷൻ തന്നെയായിരിക്കും ആർക്ക്, ഡിസ്റ്റിലേറ്റിനും. കാരണം കണ്ടൻസർ എന്ന 2 പാർട്ടായിട്ട് തിരിയുന്നതാണ്. ഒന്ന് എൻ്റെ റിഫ്ലക്സ്, രണ്ടാമത്തേത് എൻ്റെ പ്രൊഡക്റ്റ് ഡിസ്റ്റിലേറ്റ്. അപ്പോൾ ഡിസ്റ്റിലേറ്റിൻ്റെ എൻതാൽപ്പിയാണ് എന്ത്, HD. റിഫ്ലക്സിൻ്റെ എൻതാൽപ്പിയാണ് എന്ത്, HL0. രണ്ടിൻ്റെ എൻതാൽപ്പി എന്താ, സെയിം ആണ്, കാരണം സെയിം കോമ്പോസിഷനാണ്. അതൊന്ന് മനസ്സിലാക്കി വയ്ക്കാൻ ആവശ്യം വരും. ഈ രണ്ട് ഇക്വേഷൻ ഒന്ന് പഠിച്ചു വയ്ക്കാം. ഇനി
റിഫ്ലക്സ് കാണാനുള്ള എക്സ്പ്രഷൻ ഒന്ന് പഠിച്ചു വയ്ക്കുക. R is equal to HD' minus HV1 divided by HV1 minus HL0. നമുക്ക് ഗ്രാഫിൽ നിന്ന് കിട്ടുന്നതാണ് HV1 HL0 ഒക്കെ നമുക്ക് ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കാം. ഇനി അതല്ല R ഇൻഫിനിറ്റി ആണെങ്കിൽ നമുക്ക് ഏതാ പോകാമെന്ന് വെച്ചാൽ HD' ഇൻഫിനിറ്റിയിലേക്ക് പോകണം. ബാക്കിയുള്ളതൊക്കെ സെയിം തന്നെ, മൈനസ് HV1 ഡിവൈഡഡ് ബൈ HV1 മൈനസ് HL0. ഇനി മിനിമം റിഫ്ലക്സ് ആണെങ്കിൽ HD' മിനിമത്തിൽ നിൽക്കണം. HD' മിനിമം മൈനസ് HV1 ഡിവൈഡഡ് ബൈ HV1 മൈനസ് HL0. ഇതിൽ നിങ്ങൾ അത്യാവശ്യമായിട്ട് പഠിച്ചിരിക്കേണ്ട എക്സ്പ്രഷൻ എന്താണെന്ന് വെച്ചാൽ ഇത് നമ്പർ 1, നമ്പർ 2, ഇത് നമ്പർ 3. ഇൻഫിനിറ്റീൻ്റെ കേസാണെങ്കിൽ ഈ എമ്മിന് പകരം ഇൻഫിനിറ്റി ഇട്ട് കൊടുക്കുക, മിനിമം റിഫ്ലക്സിന് പകരം ടോട്ടൽ റിഫ്ലക്സ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇക്വേഷൻ എഴുതിയതിൻ്റെ എയിം എന്താണെന്ന് വെച്ചാൽ d/w ആണ് രണ്ടിൻ്റെയും ലെഫ്റ്റ് സൈഡിൽ വരാം. XWന് കറസ്പോണ്ടിങ് ആയിട്ട് HW' ഉണ്ട്, XFന് കറസ്പോണ്ടിങ് ആയിട്ട് HF ഉണ്ട്, then ഇവിടെ XFന് കറസ്പോണ്ടിങ് ആയിട്ട് HF ഉണ്ട്, XDക്ക് കറസ്പോണ്ടിങ് ആയിട്ട് HT' ഉണ്ട്. ഈ പോയിൻറ്റ്സ് തമ്മിലാണ് എനിക്ക് കണക്ട് ചെയ്യേണ്ടി വരിക. സോ ഈ പോയിൻ്റ് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ പൊഞ്ചൻ-സാവരിക് മെത്തേഡിൽ വരയ്ക്കുക. പൊഞ്ചൻ-സാവരിക് മെത്തേഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു വലിയ ഗ്രാഫ് ഷീറ്റ് തന്നെ എടുക്കേണ്ടി വരും. നമുക്ക് പൊഞ്ചൻ-സാവരിക് മെത്തേഡ് എടുക്കുകയാണെങ്കിൽ അതിൽ 2 പ്ലോട്ട് വരയ്ക്കാനുണ്ട്. ഒന്ന് എൻതാൽപ്പിയുടെ, അതായത് y ആക്സിസിൽ H എൻതാൽപ്പി, x ആക്സിസിൽ Xഉം Yയും. ഞാൻ ഇവിടെയാണെങ്കിൽ നമ്മൾ മെക്കാബെത്തിയിൽ വരച്ച പോലെ തന്നെ y ആക്സിസിൽ മോൾ ഫ്രാക്ഷൻ ഇൻ വേപ്പർ ഫേസ്, ഇത് മോൾ ഫ്രാക്ഷൻ ഇൻ ലിക്വിഡ് ഫേസ്. പിന്നെ അതിൽ നിങ്ങൾ ആദ്യം ഒരു ഡയഗണൽ വരയ്ക്കുക, അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഇക്വിലിബ്രിയം ഡാറ്റയും വരയ്ക്കുക. ഇനി ഇവിടെ ആദ്യം H വേഴ്സസ് X വരയ്ക്കുക. എന്നുവെച്ചാൽ എൻതാൽപ്പി കറസ്പോണ്ടിങ് ടു മോൾ ഫ്രാക്ഷൻ ഇൻ ലിക്വിഡ് ഫേസ് തന്നിട്ടുണ്ടോ, അതേപോലെ എൻതാൽപ്പി കറസ്പോണ്ടിങ് ടു മോൾ ഫ്രാക്ഷൻ വേപ്പർ ഫേസും തന്നിട്ടുണ്ടോ. അപ്പോൾ H വേഴ്സസ് Yയും നിങ്ങൾക്ക് വരയ്ക്കാം, H വേഴ്സസ് Xും നിങ്ങൾക്ക് വരയ്ക്കാം. Y മുകളിലായിരിക്കും, കാരണം അതെന്താ വേപ്പറാണ്, ലിക്വിഡ് താഴെയായിരിക്കും. ഓക്കെ, അതിനകത്ത് ഒരു പോയിൻ്റ് പറഞ്ഞു HWന് കറസ്പോണ്ടിങ് HW'. അപ്പോൾ എൻ്റെ പോയിൻ്റ് എന്ന് പറയുന്നത് XWന് കറസ്പോണ്ടിങ് HW', 1. 2 XFന് കറസ്പോണ്ടിങ് HF, 3 XDക്ക് കറസ്പോണ്ടിങ് HD'. ഓക്കെ, അപ്പോൾ ഇതിൽ എൻതാൽപ്പി ഓഫ് ഫീഡ് തന്നെയാണ്, അതുകൊണ്ട് ഞാൻ ഈ പോയിൻറ്റിന് F എന്ന് തന്നെ കൊടുക്കുകയാണ്. ഇവിടെ HW' ആണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് ഈ പോയിൻറ്റിന് ഞാൻ ΔW എന്ന് കൊടുക്കുകയാണ്. ഇതിന് ഞാൻ ΔD എന്നും കൊടുക്കുകയാണ്. 3 പോയിൻ്റ്, ഒന്ന് ΔW, വേറൊന്ന് F, വേറൊന്ന് ΔD. ഈ 3 പോയിൻ്റ് തമ്മിൽ കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യുമ്പോൾ അതെന്തായിരിക്കും, സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അത്രയേ ഉള്ളൂ ഇവിടെ. അപ്പോൾ എൻ്റെ ΔWയും Fഉം ΔDയും തമ്മിൽ ഞാൻ കണക്ട് ചെയ്തു. അപ്പോൾ ഇതാണ് എൻ്റെ ΔD എന്ന് വിചാരിച്ചോ, ഇതാണ് എൻ്റെ F എന്ന് വിചാരിച്ചോ, ഇതാണ് എൻ്റെ ΔW എന്ന് വിചാരിച്ചോ. ഓക്കെ, ആ പോയിൻറ്റിൻ്റെ X ആക്സിസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, XW ആയിരിക്കും അല്ലേ. ΔWയിൽ എന്താണ് XW. Fൻ്റെ എന്തായിരിക്കും, XFന് കറസ്പോണ്ടിങ് ആയിരിക്കും. ΔDൻ്റെ എന്തായിരിക്കും, XDക്ക് കറസ്പോണ്ടിങ് ആയിരിക്കും. ഇത് രണ്ടും ഒരേ ഇതിൽ തന്നെയാണ് വരിക. ഇത് രണ്ടിനും ഒരേ ആക്സിസ് തന്നെ കൊടുക്കണേ. അതായത് ഇത് 0 മുതൽ 1 വരെ, ഇതും 0 മുതൽ 1 വരെ. ഓക്കെ, ഇതും 0 മുതൽ 1 വരെ. ഇത് നിങ്ങൾ എൻതാൽപ്പി തന്നിരിക്കുന്ന വാല്യൂസ് അനുസരിച്ച് ചെയ്യാം. അതിൽ എപ്പോഴും എല്ലാവർക്കും പറ്റുന്നൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ ചെറിയ ഇത് ഡയമെൻഷൻ എടുക്കരുത്, ഇല്ലെങ്കിൽ ഗ്രാഫിൽ നിങ്ങളുടെ പ്രോബ്ലം തികയില്ല. ഇനി വേറെ ഗ്രാഫ് വാങ്ങി അതിൻ്റെ മുകളിൽ ഒട്ടിക്കുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ നിങ്ങളുടെ വാല്യൂസ് ഇപ്പോൾ 1000, 2000 ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ 1 സെൻറ്റിമീറ്റർ തന്നെ 1000 എടുക്കുക, അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്ററിന് 2000 എടുക്കുക, കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മളുടെ ΔD എന്ന് പറയുന്ന വാല്യൂ ചിലപ്പോൾ മുകളിലേക്ക് കയറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ മുകളിലേക്ക് കയറി പോവുകയാണെങ്കിൽ പിന്നെ മുകളിൽ വീണ്ടും ഗ്രാഫ് ഒട്ടിക്കലോ അല്ലെങ്കിൽ സ്കെയിൽ മാറ്റിയിട്ട് വീണ്ടും വരയ്ക്കുക എന്നുള്ളത് ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ഉള്ള പരിപാടിയാണ്. ഇത് 15 മാർക്കിൻ്റെ പ്രോബ്ലം ആണെന്ന് വെച്ച് ഈ ഒരു 15 മാർക്കിൻ്റെ പ്രോബ്ലം 1.5 മണിക്കൂർ വെച്ചിരിക്കുന്ന നഷ്ടമാണ്. ഓക്കെ, മാക്സിമം ഒരു 3/4 മണിക്കൂർ, അരമണിക്കൂർ കൊണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ തീരും. മാക്സിമം ആണെങ്കിൽ ഒരു 3/4 മണിക്കൂർ അല്ലെങ്കിൽ 40 മിനിറ്റ്
അത്രയൊക്കെ മതി. അതിൽ കൂടുതൽ ചിലവാക്കുകയാണെങ്കിൽ പിന്നെ അതിലർത്ഥമില്ല. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളത് നോട്ട് ചെയ്ത് വയ്ക്കണം, പലപ്പോഴും അബദ്ധം പറ്റുന്നതാണ്. 3 പോയിൻറ്റ് ഡെൽറ്റ ഡബ്ല്യു എഫ് ഡെൽറ്റ ഡി മൂന്നും കൂടെ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. എഫിൻ്റെ എക്സ് എഫ്. സോ കറസ്പോണ്ടിങ് എൻതാൽപ്പി എടുക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും? എച്ച് എഫ് ആയിരിക്കും. ഡെൽറ്റ ഡബ്ല്യുവിൻ്റെ കറസ്പോണ്ടിങ് എൻതാൽപ്പി ഇരിക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും? എച്ച് ഡബ്ല്യു ഡാഷ് ആയിരിക്കും. ഓക്കെ, ഇതിൻ്റെ കറസ്പോണ്ടിങ് എന്തായിരിക്കും? എച്ച് ഡി ഡാഷ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ എച്ച് ഡി ഡാഷും എച്ച് ഡബ്ല്യു ഡാഷും എനിക്ക് ഗ്രാഫ് ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഇത് കൺസ്ട്രക്ഷൻ ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ മിനിമം റിഫ്ലക്സ് കേസ് നമുക്കൊരു 2 എണ്ണം ഡിസ്കസ് ചെയ്യാം. കാരണം മിനിമം റിഫ്ലക്സ് കിട്ടിക്കഴിഞ്ഞിട്ട് വേണം ആക്ച്വൽ നമുക്ക് പ്ലോട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ പറഞ്ഞു മിനിമം റിഫ്ലക്സ് റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കണം. അതൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അവിടെ നിന്നാണ് ആക്ച്വൽ റിഫ്ലക്സ് റേഷ്യോ. അതായത് ആക്ച്വൽ റിഫ്ലക്സ് റേഷ്യോ ക്വസ്റ്റ്യനിൽ തരാറില്ല. ചില ക്വസ്റ്റ്യനിൽ ആക്ച്വൽ റിഫ്ലക്സ് റേഷ്യോ തരാറുണ്ട്. തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ്. അതല്ലെങ്കിൽ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ മിനിമം റിഫ്ലക്സ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ 1.5 ടൈംസ് ആക്ച്വൽ എടുക്കാൻ തന്നെ ക്വസ്റ്റ്യനിൽ പറയാറുണ്ട്. അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് മിനിമം റിഫ്ലക്സ് റേഷ്യോ കണ്ടുപിടിക്കാനും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിയാവുന്ന 2 കേസ്, ഇതാണ് കൂടുതലും ക്വസ്റ്റ്യൻ വരിക. ഒന്ന് സാച്ചുറേറ്റഡ് ലിക്വിഡിൻ്റെ കേസ്, വേറൊന്ന് സാച്ചുറേറ്റഡ് വേപ്പറിൻ്റെ കേസ്. അപ്പോൾ നമ്മൾ ഇതേപോലെ എച്ച് എക്സ് വൈയും, ഇത് എച്ച് വേഴ്സസ് എക്സ് പ്ലോട്ട്, ഇത് മുകളിൽ എച്ച് വേഴ്സസ് വൈ പ്ലോട്ട്, ഇത് വൈ എക്സ് പ്ലോട്ട്. അപ്പോൾ നമുക്ക് നമ്മളുടെ എക്സ് എഫും അറിയാം, എക്സ് ഡിയും അറിയാം. ഓക്കെ, അപ്പോൾ എക്സ് എഫ് അറിയാമെങ്കിൽ എക്സ് എഫിന് കറസ്പോണ്ടിങ് ആയിട്ട് സാച്ചുറേറ്റഡ് ലിക്വിഡ് എന്ന് പറയുമ്പോൾ എച്ച് വേഴ്സസ് എക്സിലായിരിക്കും എന്തുണ്ടാവുക? എൻ്റെ എഫ് ഉണ്ടാവുക. ഓക്കെ, റെഡി അല്ലേ? എഫ് ഉണ്ടാവുക എന്തിലാണ്? എക്സ് എഫ് നിന്ന് നേരെ കണക്ട് ചെയ്യുന്നതിലേക്ക്, സാച്ചുറേറ്റഡ് ലിക്വിഡിലേക്ക്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് നേരെ വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക, എൻ്റെ ഇക്വിലിബ്രിയത്തിൽ കൊണ്ടുപോയിട്ട് തട്ടിക്കുക, താഴെയുള്ള ഇക്വിലിബ്രിയത്തിൽ കൊണ്ടുപോയിട്ട് തട്ടിക്കുക. തട്ടിക്കഴിഞ്ഞാൽ നേരെ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക, ഡയഗണലിൽ കൊണ്ടുപോയി തട്ടിക്കുക. ഡയഗണൽ തട്ടിക്കഴിഞ്ഞാൽ നേരെ മുകളിലേക്ക് എടുക്കുക, എൻ്റെ വാപ്പറിൽ കൊണ്ടുപോയിട്ട് തട്ടിക്കുക. ഓക്കെ, ഈ 2 പോയിൻ്റ് തമ്മിൽ അങ്ങ് കണക്ട് ചെയ്യുക, നേരെ അങ്ങ് നീട്ടി വരയ്ക്കുക. അതേസമയം എൻ്റെ ഒന്ന് ഡോട്ട് ഇട്ട് വരിക. ഇത് രണ്ടും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് ഏതാണോ ആ പോയിൻ്റാണ് എൻ്റെ ഡെൽറ്റ ഡി എം, മിനിമം റിഫ്ലക്സ് റേഷ്യോയുടെ പോയിൻ്റ്. ഓക്കെ, അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന എൻതാൽപ്പി ആയിരിക്കും എന്ത്? എച്ച് ടി എം ഡാഷ്. കാരണം ആർ എം കണ്ടുപിടിക്കാൻ എന്ത് വരണം? എച്ച് ടി എം ഡാഷ് വേണം. ക്ലിയർ? ദെൻ സാച്ചുറേറ്റഡ് വേപ്പർ ആണെങ്കിലും ഇതേപോലെ തന്നെ എക്സ് എഫ് ഉണ്ട്, എക്സ് ഡി ഉണ്ട്. അപ്പോൾ എക്സ് എഫിന് കറസ്പോണ്ടിങ് ആയിട്ട് എവിടെ കൊണ്ടുപോയി കണക്ട് ചെയ്യണം? വാപ്പറിൽ കൊണ്ടുപോയിട്ട് കണക്ട് ചെയ്യണം. അതാണ് എൻ്റെ എഫ്, സാച്ചുറേറ്റഡ് വാപ്പർ. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ താഴേക്ക് വരയ്ക്കുക. എവിടേക്ക് വരയ്ക്കുക? ഇവിടെയാണെങ്കിൽ ഡയഗണലിലേക്ക് വരയ്ക്കുക. ഇവിടെയാണെങ്കിൽ ഞാൻ ആദ്യം ഇക്വിലിബ്രിയത്തിലേക്ക് വരച്ചു, ഹൊറിസോണ്ടൽ വരച്ചു. ഇവിടെയാണെങ്കിൽ ഞാൻ ആദ്യം ഡയഗണലിലേക്ക് വരയ്ക്കുക, എന്നിട്ട് ഹൊറിസോണ്ടലിലേക്ക് വരയ്ക്കുക. ഓക്കെ, റെഡിയാണേ? ഹൊറിസോണ്ടൽ വരച്ചാൽ ഇക്വിലിബ്രിയത്തിൽ തട്ടിക്കുക, അവിടെ നേരെ മുകളിലേക്ക് എടുക്കുക. എവിടെ വരെ എടുത്താൽ മതി? സാച്ചുറേറ്റഡ് ലിക്വിഡ് വരെ. ഇവിടെയാണെങ്കിൽ ഞാൻ എവിടെ വരെ എടുത്താൽ? സാച്ചുറേറ്റഡ് വാപ്പർ വരെ. ദെൻ ഈ 2 പോയിൻറ്റും കൂടെ കണക്ട് ചെയ്ത് നീട്ടി മുകളിലേക്ക് തന്നെ വരയ്ക്കുക. ഓക്കെ, എക്സ് ഡി എന്ന് നിങ്ങൾ ഡോട്ടിട്ട് വരയ്ക്കുക. രണ്ടും കൂടെ കൂട്ടിമുട്ടുന്നത് എവിടെയാണോ അതായിരിക്കും എൻ്റെ എന്ത്? ഡെൽറ്റ ഡി. അതിൻ്റെ കറസ്പോണ്ടിങ് എൻതാൽപ്പി എടുക്കുന്നതായിരിക്കും എന്ത്? എച്ച് ടി എം ഡാഷ്. ഈ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഗ്രാഫ് വരയ്ക്കുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ എന്തെടുത്തിട്ട് വരയ്ക്കുക. ഇതിപ്പോൾ 1000, 2000 ഒക്കെ എടുക്കുന്നതിന് പകരം ഒരു 2000, 4000 ഒക്കെ എടുത്ത് വരയ്ക്കുക. നിങ്ങൾ വാല്യൂസ് തരുന്നതനുസരിച്ചിട്ടോ. നിങ്ങൾ വാല്യൂസിലിപ്പോൾ 2000, 3000 സംതിങ് ആണെങ്കിൽ വേണമെങ്കിൽ സ്റ്റാർട്ടിങ് 3000 തന്നെ എടുക്കാം. കാരണം ഡെൽറ്റ ഡി എം ചിലപ്പോൾ മുകളിലൊക്കെ കൊണ്ടുപോയിട്ടായിരിക്കും തട്ടുക. അപ്പോൾ കറസ്പോണ്ടിങ് എച്ച് ടി എം ഡാഷ് എടുക്കണമെങ്കിൽ നിങ്ങൾ പിന്നെ വീണ്ടും മാറ്റി വരയ്ക്കുക എന്നുള്ളത് സമയം നിങ്ങൾക്ക് അനുകൂലമായിരിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഈ സ്കെയിൽ ഒന്ന് കൂട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണം. നിങ്ങൾ പഴയ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിയാൽ മതി, പലർക്കും അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അപ്പോൾ സാച്ചുറേറ്റഡ് ലിക്വിഡ് ആണെങ്കിൽ ഇക്വിലിബ്രിയം, ഡയഗണൽ, വാപ്പർ കണക്ട് ചെയ്യുക, എച്ച് ഡിക്ക് കറസ്പോണ്ടിങ് ഡെൽറ്റ ഡി എം. ഇവിടെയാണെങ്കിൽ ഡയഗണൽ, ഇക്വിലിബ്രിയം, സാച്ചുറേറ്റഡ് ലിക്വിഡിലേക്ക് കണക്ട് ചെയ്യുക. ഇതിന് കറസ്പോണ്ടിങ് കിട്ടുന്നത് എക്സ് ഡിന് കറസ്പോണ്ടിങ് കിട്ടുന്നത് ഡെൽറ്റ ഡി എം. ഇത് ഡെൽറ്റ ഡി എം, ഇത് ഡെൽറ്റ ഡി, സാച്ചുറേറ്റഡ് ലിക്വിഡ്, സാച്ചുറേറ്റഡ് വാപ്പർ. ഓക്കെ, ഞാൻ വിചാരിക്കും. നെക്സ്റ്റ് പാർഷ്യലി വാപ്പറൈസ്ഡും അതേപോലെ സബ് കൂൾഡ് ലിക്വിഡിൻ്റെയും കേസ്. ഇത് 2 കേസും ഒരേപോലെ തന്നെയാണ്.
ഇത് സാധാരണ ചോദിക്കാറില്ല, എന്നാലും ഞാൻ മെത്തേഡ് മാത്രമായിട്ടൊന്ന് പറഞ്ഞു തരാണ്. പാർഷ്യലി വാപ്പറൈസ്ഡ് എന്ന് വെച്ചാൽ ഫീഡ് ഇതിൻ്റെ ഉള്ളിലായിരിക്കും. ഓക്കെ, അപ്പോൾ എക്സ്എഫിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫീഡ് ഉണ്ടാവും. പിന്നെ ഇവിടെയാണെങ്കിൽ സബ് കൂൾ ലിക്വിഡ് ആണെങ്കിൽ ഫീഡ് എന്തായിരിക്കും? ഈ ലൈനിൻ്റെ താഴെ ആയിരിക്കും. എന്ന് വെച്ചാൽ എച്ച് വേഴ്സസ് എക്സിൻ്റെ താഴെയായിരിക്കും ആരുണ്ടാവുക? ഫീഡ് ഉണ്ടാവുക. പാർഷ്യലി വാപ്പറൈസ്ഡ് ആണെങ്കിൽ എച്ച് വേഴ്സസ് എക്സിൻ്റെയും എച്ച് വേഴ്സസ് വൈൻ്റെയും ഉള്ളിൽ എന്തുണ്ടാവും? എഫ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു എക്സ് അസ്യൂം ചെയ്യുക, എന്നിട്ട് ഇക്വിലിബ്രിയത്തിൽ കൊണ്ടുപോയി തട്ടിക്കുക, അവിടുന്ന് പാരലൽ ഹൊറിസോണ്ടൽ വരയ്ക്കുക, നേരെ മുകളിലേക്ക് വരയ്ക്കുക. ഇവിടെ ഒരു വൈ കിട്ടും. എക്സും എഫും വൈയും തമ്മിൽ നേരെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ എന്താണ്? ഞാൻ അസ്യൂം ചെയ്ത എക്സും വൈയും ഓക്കെയാണ്. ഓക്കെ, അതായത് എക്സും എഫും വൈയും സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ നിൽക്കണം. അങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ പഴയ പോലെ തന്നെ എന്ത് ചെയ്യാം? എക്സ് ഡിയിൽ കൊണ്ടുപോയിട്ട് തട്ടുന്നതായിരിക്കും എന്ത്? എൻ്റെ ഡെൽറ്റ ഡി എമ്മിൻ്റെ പോയിൻ്റ്. പക്ഷെ ഇത് ഭയങ്കര ചൊറിയാണ്, കാരണം ഞാൻ അസ്യൂം ചെയ്ത എക്സ് ഇത് കറസ്പോണ്ടിങ് ആയിട്ട് വൈ എടുക്കുമ്പോൾ ഇത് സ്ട്രെയിറ്റ് ലൈൻ കിട്ടുന്ന യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അടുത്ത എക്സ് എടുക്കേണ്ടി വരും. ഇവിടെ ഞാൻ ഒരു എക്സ് അസ്യൂം ചെയ്യാം, സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് അടിക്കുക. അപ്പോൾ വൈ ഇവിടെ ആയിരിക്കും. സോ എക്സും വൈയും എഫും തമ്മിൽ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. കണക്ട് ചെയ്താൽ അത് ട്രയാങ്കിളായി പോകും. അപ്പോൾ ഇത് ഞാൻ ലെക്കിനങ്ങ് ആക്കി മാറ്റിയതാണ്. എക്സ് ഞാൻ ഇവിടെ അസ്യൂം ചെയ്തു, ഇക്വിലിബ്രിയത്തിൽ കൊണ്ടുപോയി ഡയഗണൽ വരുത്തിച്ച് മുകളിലേക്ക് എടുത്ത് കുറച്ച് തിരിച്ച് വരച്ചിട്ടുണ്ട്, രണ്ടും കൂടെ കണക്ട് ആകാൻ വേണ്ടിയിട്ട്. സോ വൈ കിട്ടി. എക്സും വൈ എഫും കൂടെ സ്ട്രെയിറ്റ് ലൈൻ വരച്ച് ഇനി അതുപോലെ തന്നെ എക്സ് ഡിയിൽ കണക്ട് ചെയ്യുന്നത് ഏതാണോ ആ പോയിൻ്റാണ് എൻ്റെ ഡെൽറ്റ ഡി എം. അതിന് കറസ്പോണ്ടിങ് എൻതാൽപ്പി എന്ന് പറയുന്നത് എച്ച് ഡി എം ഡാഷ് ആയിരിക്കും. ഇനി ഇവിടെ സബ് കൂൾഡ് ലിക്വിഡ് ആണെങ്കിൽ എഫ് താഴേക്ക് എടുക്കും. അപ്പോൾ ഞാൻ അതേപോലെ തന്നെ എന്ത് ചെയ്യേണ്ടി വരും? ഒരു എക്സ് അസ്യൂം ചെയ്യണം. എക്സ് അസ്യൂം ചെയ്യുകയെന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യണം? എഫിൻ്റെ അപ്പുറത്ത് വേണം എക്സ് അസ്യൂം ചെയ്യാൻ. ഇതേപോലെ തന്നെ എക്സ് അസ്യൂം ചെയ്യുക, ഇക്വിലിബ്രിയത്തിൽ തട്ടിക്കുക, ഡയഗണലിൽ എത്തിക്കുക, എന്നിട്ട് വൈ എടുക്കുക. അപ്പോൾ വൈയും എക്സും എഫും തമ്മിൽ കണക്റ്റ് ആവണം. കണക്റ്റ് ആയില്ലെങ്കിൽ പുതിയ എക്സ് റീഅസ്യൂം ചെയ്യുക, കറസ്പോണ്ടിങ് വൈ കണ്ടുപിടിക്കുക. എക്സും വൈ എഫും കണക്റ്റ് ആവുകയാണെങ്കിൽ ഇതേപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. എൻ്റെ എക്സ് ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതിൽ കൊണ്ടുപോയി തട്ടിക്കുക. അതാണ് എൻ്റെ ഡെൽറ്റ ഡി എം പോയിൻ്റ്. അതിൽ കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന എൻതാൽപ്പിയാണ് എൻ്റെ എച്ച് ഡി എം ഡാഷ്. പ്രൊസീജിയറൊക്കെ സെയിം തന്നെയാണ്. ഇവിടെ ആകുമ്പോൾ എഫ് ഉള്ളിലായിരിക്കും, ഇവിടെ ആകുമ്പോൾ എഫ് താഴെയായിരിക്കും. പക്ഷേ ഇത് രണ്ടും അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല എന്താണെന്ന് വെച്ചാൽ എൻ്റെ പാർഷ്യലി വാപ്പറൈസ്ഡ് ആകുമ്പോൾ, അതായത് ഫീഡിനായിട്ടുള്ള വാല്യൂസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? എക്സ് എഫും എച്ച് എഫും അല്ലേ? അപ്പോൾ പാർഷ്യലി വാപ്പറൈസ്ഡ് അല്ലെങ്കിൽ സബ് കൂൾഡ് ലിക്വിഡൊക്കെ ആണെങ്കിൽ ഈ എച്ച് എഫിനുള്ള എന്തെങ്കിലും ഡാറ്റ ക്വസ്റ്റ്യൻസിലുണ്ടാവും. അതായത് എച്ച് എഫും എക്സ് എഫും അറിയാമെങ്കിൽ എനിക്ക് എന്ത് കണ്ടുപിടിക്കാം? എഫ് എന്ന് പറയുന്ന പോയിൻ്റ് കണ്ടുപിടിക്കാം അല്ലേ? അപ്പോൾ ഈ എക്സ് എഫും എച്ച് എഫിനുള്ള ഡാറ്റ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ മതി. അപ്പോൾ എനിക്ക് എഫ് എന്ന് പറഞ്ഞ പോയിൻ്റ് മാർക്ക് ചെയ്യാം. പിന്നെ എക്സ് വൈ ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക? കണക്ട് ചെയ്യാം. പക്ഷെ അതിന് ചാൻസ് വളരെ കുറവാണ്. പക്ഷെ ചില നേരത്ത് വന്നുകൂടായികയില്ല. അല്ലെങ്കിൽ നമുക്ക് ആക്ച്വൽ റിഫ്ലെക്സ് റേഷ്യോ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ തന്നിട്ടുണ്ടാവും. ഈ എഫിന് എച്ച് എഫും എക്സ് എഫും തന്ന പോലെ തന്നെ ആക്ച്വൽ റിഫ്ലെക്സ് റേഷ്യോ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. ഇനി മിനിമം റിഫ്ലെക്സ് റേഷ്യോ ആക്ച്വൽ റിഫ്ലെക്സ് റേഷ്യോ വെച്ചിട്ട് നമ്പർ ഓഫ് സ്റ്റേജ് എങ്ങനെ ചെയ്യാമെന്നുള്ളതും കൂടെ ഒന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ നമ്പർ ഓഫ് സ്റ്റേജ് വരയ്ക്കുന്ന പ്രൊസീജിയറിലേക്ക് വരികയാണ്. താഴെ ഞാൻ എക്സ് വൈ ഡാറ്റ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഇതെൻ്റെ ഇക്വിലിബ്രിയം കർവ്, ഇതെൻ്റെ ഡയഗണൽ എന്ന് വെച്ചാൽ എക്സ് ഇസ് ഈക്വൽ ടു വൈ. അതല്ലെങ്കിൽ ഇവിടെ 45 ഡിഗ്രിയിൽ വരയ്ക്കാം. ഇതെൻ്റെ ഇക്വിലിബ്രിയം പ്ലോട്ട്. താഴെയുള്ളത് എന്തായിരിക്കും? എച്ച് വേഴ്സസ് എക്സ് ആയിരിക്കും. ഓക്കെ, ഇത് എച്ച് വേഴ്സസ് എക്സ്, ഇതെന്ന് പറയുന്നത് എച്ച് വേഴ്സസ് വൈ. ഇനി എൻ്റെ ഡാറ്റാസ് എനിക്ക് എക്സ് എഫ് അറിയാം, എക്സ് ടി അറിയാം, ദെൻ അതേപോലെ എക്സ് ഡബ്ല്യു അറിയാം. ഓക്കെ, ഞാൻ എക്സ് ഡബ്ല്യു എന്ന് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഡോട്ട് ഇട്ടിട്ട് വരച്ചാൽ മതി. എക്സ് എഫ് എന്ന് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ഗ്രാഫ് ആകുമ്പോൾ നമുക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എക്സ് ടിയിലുള്ള വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഇനി എൻ്റെ ക്വസ്റ്റ്യൻ സാച്ചുറേറ്റഡ് ലിക്വിഡ് ആണെന്ന് വിചാരിച്ചോ. സോ ഇതായിരിക്കും എൻ്റെ ഫീഡ് എന്ന് പറയുന്ന പോയിൻ്റ്. ഇനി നമുക്ക് ഡെൽറ്റ ഡി എം ആദ്യം കണ്ടുപിടിക്കണം. നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ഇക്വിലിബ്രിയത്തിൽ കൊണ്ടുപോയി തട്ടിക്കുക,
ഹൊറിസോണ്ടൽ വരയ്ക്കുക, ഡയഗണൽ കൊണ്ടുപോയി തട്ടിയാൽ മുകളിലേക്ക് എടുക്കുക, ഇവിടെ തട്ടിക്കഴിഞ്ഞാൽ ഇത് തമ്മിൽ കണക്ട് ചെയ്യുക. അപ്പോൾ ഡെൽറ്റ ഡിയുടെ ഡോട്ടഡ് ലൈൻ പോകുന്നുണ്ടല്ലോ, എക്സ് ടിയുടെ ഡോട്ടഡ് ലൈൻ അതിവിടെ കൊണ്ടുപോയി തട്ടും. ആ പോയിൻറ്റിന് പറയുന്നതാണ് എന്ത്, ഡെൽറ്റ ഡി എം. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് കിട്ടും, എച്ച് ഡി എം ഡാഷ് കിട്ടും. സോ മിനിമം റിഫ്ലെക്സ് റേഷ്യോൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. ആർ എം ഈക്വൽ ടു എച്ച് ഡി എം ഡാഷ് മൈനസ് എച്ച് വി വൺ ഡിവൈഡഡ് ബൈ എച്ച് വി വൺ മൈനസ് എച്ച് എൽ സീറോ. അപ്പോൾ എച്ച് ഡി എം ഡാഷ് കിട്ടി. ഇനി എൻ്റെ എക്സ് ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ലിക്വിഡിൽ തട്ടും. ഓക്കെ, അതിൻ്റെ കറസ്പോണ്ടിങ് എൻതാൽപ്പി നോട്ട് ചെയ്യുക, എച്ച് എൽ സീറോ. ഇവിടെയാണ് വാല്യൂസ് എഴുതിയെങ്കിൽ ഇവിടെ നോക്കുക, അതിന് കറസ്പോണ്ടിങ് റൈറ്റ് സൈഡിൽ നോക്കാൻ നമ്മളെ ബുദ്ധിക്ക് നിരക്കുന്നതാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഈ പോയിൻറ്റിലുള്ള എൻതാൽപ്പി എത്രയും നോക്കുക, അല്ലെങ്കിൽ ആ സൈഡിൽ നോക്കുക, എച്ച് എൽ സീറോ. കാരണം ഇവിടെ 2000 ആണെങ്കിൽ അതേ ആക്സിസ് തന്നെയായിരിക്കും ഇപ്പുറം 2000. ഓക്കെ അല്ലേ? ഇനി ഈ എക്സ് ടി എന്ന് പറയുന്ന ലൈന് വാപ്പറിൽ തട്ടുമല്ലോ, അതായത് എൻ്റെ എച്ച് വേഴ്സസ് വൈ എന്ന് പറയുന്നതിൽ തട്ടുമല്ലോ, അതിൻ്റെ കറസ്പോണ്ടിങ് എൻതാൽപ്പി എടുത്താൽ കിട്ടുന്നതാണ് എന്ത്, എച്ച് വി വൺ. അപ്പോൾ എച്ച് ഡി എം ഡാഷായി ഡെൽറ്റ ഡി എമ്മിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻതാൽപ്പി, ദെൻ എച്ച് വി വൺ ആയി ഫസ്റ്റ് വാപ്പറിൽ എക്സ് ഡിക്ക് വാപ്പറിന് കറസ്പോണ്ടിങ്, ദെൻ എക്സ് ഡിക്ക് ലിക്വിഡ് കറസ്പോണ്ടിങ് എച്ച് എൽ സീറോ. ഇത് സോൾവ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും, ആർ എം കിട്ടും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും ആർ ഇസ് ഈക്വൽ ടു 1.5 ടൈംസ് ആർ എം, അതല്ലെങ്കിൽ ചില ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആറ് തരാറുണ്ട്. അപ്പോൾ ആറ് തന്നു കഴിഞ്ഞാൽ ആർ ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം, ഈ എം ഒഴിവാക്കിയിട്ട് എഴുതാം, എച്ച് ടി ഡാഷ് മൈനസ് എച്ച് വി വൺ ഡിവൈഡഡ് ബൈ എച്ച് വി വൺ മൈനസ് എച്ച് എൽ സീറോ. ഓക്കെ, ആക്ച്വൽ റിഫ്ലെക്സ് കിട്ടി. ഒന്നെങ്കിൽ ആർ ഇസ് ഈക്വൽ ടു 1.5 ആർ എം ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടാവും, 50% എക്സസ് നമ്മൾ മെക്കാബത്തിൽ, അല്ലെങ്കിൽ ഡയറക്റ്റ് ആറ് തന്നിട്ടുണ്ടാവും. അപ്പോൾ എച്ച് വി വണ്ണിൻ്റെ വാല്യൂ അതേപോലെ എച്ച് എൽ സീറോൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും, എച്ച് ഡി ഡാഷ് കിട്ടും. സോ റിഫ്ലെക്സ് റേഷ്യോൻ്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വയ്ക്കണം, ആർ എമ്മിൻ്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വയ്ക്കണം. ഇത് സോൾവ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടി, എച്ച് ഡി ഡാഷ് കിട്ടി. സോ ആ എച്ച് ഡി ഡാഷ് എന്ന് പറയുന്നത് എന്തായിരിക്കും, എച്ച് ഡി എം ഡാഷിൻ്റെ താഴെ ആയിരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ എച്ച് ഡി ഡാഷ് എന്ന് വിചാരിച്ചോ, ഈ പോയിൻ്റാണ് എൻ്റെ എന്ത്, എച്ച് ഡി ഡാഷ്. ഓക്കെ, അപ്പോൾ എക്സ് ഡിയും എച്ച് ഡി ഡാഷും തമ്മിൽ കണക്ട് ചെയ്യുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡെൽറ്റ ഡി ആയിരിക്കും. നേരത്തെ എന്താ, ഡെൽറ്റ ഡി എം ആണ് മിനിമം റിഫ്ലെക്സ്, ഇതിപ്പോൾ ആക്ച്വലായി, അപ്പോൾ ഡെൽറ്റ ഡി ആയി. അപ്പോൾ ഈ ഡെൽറ്റ ഡി എന്ന് പറയുന്ന പോയിൻ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചത്, എച്ച് ഡി ഡാഷ് കണ്ടുപിടിച്ചത്. ഓക്കെ, നമുക്ക് നേരത്തെ എഴുതിയിട്ടുള്ളതാണ് ഡെൽറ്റ ഡി പോയിൻറ്റിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് എന്താ, എക്സ് ഡിയും എച്ച് ഡി ഡാഷും. അപ്പോൾ എക്സ് ഡി അതേപോലെ എച്ച് ഡി ഡാഷ് ആക്ച്വൽ വാല്യൂ റിഫ്ലെക്സ് എന്ന് കിട്ടി. സോ ആ പോയിൻറ്റിന് നമ്മൾ കൊടുക്കുന്നതാണ് ഡെൽറ്റ ഡി. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡെൽറ്റ ഡിയും എഫും തമ്മിൽ കണക്ട് ചെയ്യാം. അത് നേരെ എവിടെ വരെ കൊണ്ടുപോകാം, എൻ്റെ എക്സ് ഡബ്ല്യുവിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ ലൈന് വരെ കൊണ്ടുപോകാം. അവിടെ തട്ടുമ്പോൾ അതെന്തായിരിക്കും, ഡെൽറ്റ ഡബ്ല്യു ആയിരിക്കും. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻതാൽപ്പി എന്ന് പറയുന്നത് എന്തായിരിക്കും, എച്ച് ഡബ്ല്യു ഡാഷ്. കാരണം നമ്മൾ പോയിൻ്റ് ഡെൽറ്റ ഡി എന്ന് പറയുന്നത് എച്ച് ഡി ഡാഷാണ്. നമ്മളിങ്ങനെയാണ് പറഞ്ഞത്, ഡെൽറ്റ ഡിയും എഫും ഡെൽറ്റ ഡബ്ല്യുവും തമ്മിൽ കണക്ട് ചെയ്യണം. ഡെൽറ്റ ഡിയുടെ പോയിൻ്റ് എക്സ് ഡിയും എച്ച് ഡി ഡാഷും അതായി. ഓക്കെ, എച്ച് ഡി ഡാഷ് ആക്ച്വലി നമുക്ക് ആക്ച്വൽ റിഫ്ലെക്സ് റേഷ്യോ കിട്ടി. എഫിൻ്റെ പോയിൻ്റ് എക്സ് എഫും എച്ച് എഫും, അതിന് കുഴപ്പമില്ല. ഡെൽറ്റ ഡബ്ല്യുയുടെ പോയിൻ്റ് എക്സ് ഡബ്ല്യുവും എച്ച് ഡബ്ല്യു ഡാഷും. അപ്പോൾ ഡെൽറ്റ ഡബ്ല്യു ഏതിലാണ് വന്ന് നിൽക്കുക, എക്സ് ഡബ്ല്യുയിലാണ് വന്ന് നിൽക്കുക. അപ്പോൾ ഞാൻ എക്സ് ഡബ്ല്യുയിൽ നേരത്തെ ഒരു വെർട്ടിക്കൽ ലൈൻ ഡോട്ട് ഇട്ട് വരച്ചോളാൻ പറഞ്ഞായിരുന്നു. ഈ എഫും ഡെൽറ്റ ഡിയും കിട്ടിക്കഴിഞ്ഞാൽ ഇത് നേരിട്ട് അങ്ങ് സ്ട്രെയിറ്റ് ആയിട്ട് എവിടെ വരെ വരയ്ക്കാം, എക്സ് ഡബ്ല്യുടെ ലൈൻ തട്ടണ വരെ വരയ്ക്കാം. അവിടെ തട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന പോയിൻ്റാണ് ഡെൽറ്റ ഡബ്ല്യു. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻതാൽപ്പിയാണ് എച്ച് ഡബ്ല്യു ഡാഷ്. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ് ഡബ്ല്യു നേരെ ഇതിലേക്ക് തട്ടിക്കുക, എൻ്റെ സാച്ചുറേറ്റഡ് ലിക്വിഡിലേക്ക് കൊണ്ടുപോയി തട്ടിക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന എൻതാൽപ്പിയാണെന്ത്, എച്ച് ഡബ്ല്യു. അപ്പോൾ എച്ച് ഡബ്ല്യു ആയിട്ടുണ്ട്, എച്ച് ഡബ്ല്യു ഡാഷ് ആയിട്ടുണ്ട്, എച്ച് ഡി ഡാഷ് ആയിട്ടുണ്ട്. ഇനി എച്ച് എൽ സീറോ തന്നെയാണ് എന്ത്, എച്ച് ഡിയും. എച്ച് എൽ സീറോ തന്നെയാണ് എൻതാൽപ്പി ഓഫ് ഡിസ്റ്റിലേറ്റും. ഓക്കെ, ഇത്രയായില്ലേ. ഞാൻ ഇത് ആദ്യം പറഞ്ഞുകൊണ്ട് വന്നത് എന്തിനാണെന്ന് വെച്ചാൽ എച്ച് ഡബ്ല്യു ഡാഷ് എച്ച് ഡബ്ല്യു എച്ച് ഡി ഡാഷ് എച്ച് ഡി ഒക്കെ പറഞ്ഞുകൊണ്ട് വന്നത് എന്തിനാണെന്ന് വെച്ചാൽ
നമുക്ക് കണ്ടൻസർ ഡ്യൂട്ടിയും റീബോയിലർ ഡ്യൂട്ടിയും ക്വസ്റ്റ്യൻ കാണാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ കണ്ടൻസർ ഡ്യൂട്ടിയുടെയും റീബോയിലർ ഡ്യൂട്ടിയുടെയും ക്വസ്റ്റ്യന് എഴുതി തന്നായിരുന്നു. HD' HD പ്ലസ് QC/Dയും അതേപോലെ തന്നെ HW' HW മൈനസ് QB/W. അപ്പോൾ ഇതിന് മാർക്കുണ്ട്, അതായത് QCയും QBയും കണ്ടുപിടിക്കുന്നതിന് മാർക്കുണ്ട്. അപ്പോൾ അത് തുടക്കത്തിലേ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ആ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ അടുത്ത് എഴുതിക്കൊള്ളാൻ പറഞ്ഞു. ഇനി നമ്പർ ഓഫ് സ്റ്റേജ് വരയ്ക്കുന്ന കലാപരിപാടിയിലേക്ക് വരാം. അപ്പോൾ ഈ HV1 അതായത് XDക്ക് കറസ്പോണ്ടിങ് ആയിട്ട് HV1 കിട്ടുക എവിടെയാണെന്ന് പറഞ്ഞു. ആ പോയിൻറ്റിന് ഞാൻ കൊടുക്കുന്നതാണ് V1. ഇത് HL0, അതിന് ഞാൻ കൊടുക്കുന്നതാണ് L0. ഓക്കെ, XD വാപ്പറിൽ കണക്ട് ചെയ്യുന്ന എൻ്റെ സാച്ചുറേറ്റഡ് വാപ്പർ പൊസിഷനിൽ കണക്ട് ചെയ്യുന്നത് V1, സാച്ചുറേറ്റഡ് ലിക്വിഡ് പൊസിഷനിൽ കണക്ട് ചെയ്യുന്നത് L0. ഇനി ഈ L0ന്ന് വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. എവിടെ വരെ? എൻ്റെ ഡയഗണൽ വരെ. ഡയഗണൽ തട്ടിയാൽ അപ്പം തന്നെ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. എവിടെ വരെ? ഇക്വിലിബ്രിയം വരെ. ഇക്വിലിബ്രിയത്തിൽ തട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ വീണ്ടും വെർട്ടിക്കലായിട്ട് മുകളിലേക്ക് പോവുക. എവിടെ വരെ? സാച്ചുറേറ്റഡ് ലിക്വിഡ് വരെ. ദിസ് ഇസ് L1. ഓക്കെ, L0 എന്ന് ഇക്വിലിബ്രിയത്തിൽ പോയി, ഡയഗണലിൽ പോയി, ഡയഗണലിൽ ഇക്വിലിബ്രിയത്തിൽ സാച്ചുറേറ്റഡ് ലിക്വിഡ് വന്നാൽ L1. L1 കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എവിടേക്ക് കണക്ട് ചെയ്യണമെന്ന് വെച്ചാൽ എൻ്റെ ∆D എന്ന് പറയുന്ന പോയിൻ്റ് ഉണ്ട്. ഇത് അവസാനം ചക്കക്കൂട്ടാനായി എന്ന് പറയുന്നത് ∆D എന്ന് പറയുന്ന പോയിൻറ്റിലേക്ക് കണക്ട് ചെയ്യണം. L1 ∆Dയിലേക്ക് കണക്ട് ചെയ്യണം. സോ L1 ഞാൻ ∆Dയിലേക്ക് കണക്ട് ചെയ്തപ്പോൾ ഞാൻ ∆Dയിലേക്കാണ് കണക്ട് ചെയ്തപ്പോൾ എൻ്റെ H വേഴ്സസ് Y അല്ലെങ്കിൽ വാപ്പർ സാച്ചുറേറ്റഡ് വാപ്പർ ലൈനിൽ ഒരു പോയിൻറ്റിൽ വെച്ചത് തട്ടിയിട്ടുണ്ട്. ഓക്കെ, ആ പോയിൻ്റാണ് എൻ്റെ V2. ഈ പോയിൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? V1 ആയിരുന്നു അല്ലേ? അതായത് XDക്ക് കറസ്പോണ്ടിങ് L0 V1. L0 എന്ന് ഞാൻ ഡയഗണൽ ഇക്വിലിബ്രിയം മുകളിലേക്ക് വന്ന് L1 കിട്ടി. L1 കിട്ടിക്കഴിഞ്ഞാൽ ∆Dയിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ വാപ്പറിൽ ഒരു പോയിൻറ്റിൽ വെച്ച് കട്ട് ചെയ്യും. അതാണ് എൻ്റെ V2. ഇനി V2 കിട്ടിക്കഴിഞ്ഞാൽ നോക്കിക്കേ, വീണ്ടും എന്ത് ചെയ്യുക? താഴേക്ക് വരിക. ഏതിലേക്ക്? എൻ്റെ ഇക്വിലിബ്രിയത്തിലേക്ക്. ഇവിടെ ഞാൻ L0 എന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ V1 എന്നാണ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യേണ്ടത്. V1 L0 ഒന്നാണ് തട്ടുന്നത്, അവിടുന്ന് താഴേക്ക് വരയ്ക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ L0 എന്ന് സ്റ്റാർട്ട് ചെയ്തോളാൻ പറഞ്ഞത്. ഇനി ശരിക്കും V1 എന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. V1 L0 കണക്റ്റഡ് ആണ്. അപ്പോൾ V2 എന്ന് ഞാൻ കണക്ട് ചെയ്ത് ഇവിടെ വന്ന് ഡയഗണൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? വീണ്ടും ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. ഓക്കെ, ഹൊറിസോണ്ടൽ ലൈൻ വരച്ച് ഇക്വിലിബ്രിയത്തിൽ തട്ടിയാൽ വീണ്ടും എന്ത് ചെയ്യാം? മുകളിലേക്ക് പോവാം. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അതെന്തായിരിക്കും? L2. ഓക്കെ, L2 കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ഞാൻ L2 എന്ന് ∆Dയിലേക്ക് വീണ്ടും ലൈൻ വരയ്ക്കുക. L2 എന്ന് ∆Dയിലേക്ക് ലൈൻ വരയ്ക്കുമ്പോൾ അത് വാപ്പറിൽ ഒരു പോയിൻറ്റിൽ വെച്ച് കട്ട് ചെയ്യും. ആ പോയിൻറ്റിന് ഞാൻ കൊടുക്കുന്ന പേരാണെന്ത്? V3. ഓക്കെ, വീണ്ടും V3 എന്ന് എന്ത് ചെയ്യുക? താഴേക്ക് ഡോട്ട് ഇട്ട് വരയ്ക്കുക. എവിടെ തട്ടിക്കുക? എൻ്റെ ഡയഗണൽ X=Y തട്ടിക്കുക. വീണ്ടും ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. ദെൻ എന്ത് ചെയ്യുക? നേരെ മുകളിലേക്ക് എടുക്കുക. സാച്ചുറേറ്റഡ് ലിക്വിഡ് തട്ടിക്കുക. അതായിരിക്കും എന്ത്? എൻ്റെ L3. ഓക്കെ, L3 കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യുക? ഞാൻ ∆Dയിലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, ഇത് അവസാനം നിങ്ങൾക്ക് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്ന ∆Dയിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ എൻ്റെ വാപ്പറിൽ ഒരു പോയിൻറ്റിൽ വെച്ച് കട്ട് ചെയ്യും. ആ വാപ്പറുള്ള പോയിൻറ്റിന് ഞാൻ കൊടുക്കുന്നതാണ് എന്ത്? V4. ആ പോയിൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യുക? താഴേക്ക് നിങ്ങൾ ഡയഗണൽ കൊണ്ടുപോയി തട്ടിക്കുക. ഓക്കെ, ഡയഗണൽ തട്ടിക്കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യാം? ഹൊറിസോണ്ടൽ വരയ്ക്കുക. ഓക്കെ, ഹൊറിസോണ്ടൽ കിട്ടിക്കഴിഞ്ഞാൽ നേരെ ഞാൻ മുകളിലേക്ക് ലിക്വിഡ് തട്ടിക്കുക. അതായിരിക്കും എന്ത്? എൻ്റെ L4. അപ്പോൾ പ്രൊസീജിയർ ഇതാണ്. V1 ഡയഗണൽ ഇക്വിലിബ്രിയം L1 കിട്ടിക്കഴിഞ്ഞാൽ ∆Dയിലേക്ക് കണക്ട് ചെയ്യുക. ∆Dയിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ എൻ്റെ സാച്ചുറേറ്റഡ് വാപ്പറിൽ ഒരു പോയിൻറ്റിൽ കട്ട് ചെയ്യും. അത് V2 എന്ന് വീണ്ടും ഇങ്ങോട്ട് വരിക. ഇക്വിലിബ്രിയം മുകളിലേക്ക് L2 കിട്ടിക്കഴിഞ്ഞാൽ ∆Dയിലേക്ക് വരയ്ക്കുക. അപ്പോൾ വാപ്പറിൽ ഒരു പോയിൻറ്റിൽ കട്ട് ചെയ്യും. അത് V3 എന്ന് വീണ്ടും താഴേക്ക് വരിക. ഡയഗണൽ എടുക്കുക, മുകളിലേക്ക് എടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? L3 കിട്ടും.
ഇതാണ് എൻ്റെ L2 എന്നുള്ളത്, ഇതാണ് എൻ്റെ L3 എന്നുള്ളത്. L3 കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഡെൽറ്റ ഡിയിലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡെൽറ്റ ഡിയിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഒരു പോയിന്റിൽ തട്ടും, അവിടുന്ന് വീണ്ടും ഇങ്ങോട്ടേക്ക് എടുക്കുക, ഇത് ദെൻ വീണ്ടും എന്ത് കിട്ടി, L4 കിട്ടി. അപ്പോൾ നിങ്ങൾ പ്രൊസീജിയർ നോക്കിയാൽ മതി. V1 എന്ന് സ്റ്റാർട്ട് ചെയ്ത് സാച്ചുറേറ്റഡ് ലിക്വിഡ് എത്തിയപ്പോൾ എന്തായി, L1 ആയി. ഓക്കെ, V1 എന്ന് സ്റ്റാർട്ട് ചെയ്തു, സാച്ചുറേറ്റഡ് ലിക്വിഡ് എത്തിയപ്പോൾ L1 ആയി. L1ഉം ഡെൽറ്റ ഡിയും തമ്മിൽ കണക്ട് ചെയ്തു. അപ്പോൾ ഡെൽറ്റ ഡിയിൽ കണക്ട് ചെയ്യുമ്പോൾ ഒരു പോയിന്റിൽ വെച്ച് കട്ട് ചെയ്യും, അപ്പോൾ എനിക്ക് എന്ത് കിട്ടും, V2 കിട്ടും. V2 എന്ന് പിന്നെ വീണ്ടും ഞാൻ ഡയഗണലിൽ വന്ന് ഇക്വിലിബ്രിയം വന്ന് സാച്ചുറേറ്റഡ് ലിക്വിഡ് എത്തുമ്പോൾ L2 ആയി. L2 എന്ന് ഞാൻ പിന്നെ എന്ത് ചെയ്യും, വീണ്ടും ഡെൽറ്റ ഡിയിലേക്ക് കണക്ട് ചെയ്യും, അപ്പോൾ കട്ട് ചെയ്യുന്ന പോയിന്റ് എന്തായിരിക്കും, V3. V3 എന്ന് വീണ്ടും ഞാൻ വന്ന് ഇക്വിലിബ്രിയം വന്ന് സാച്ചുറേറ്റഡ് ലിക്വിഡ് എത്തുമ്പോൾ എന്ത് വരും, L3 വരും. അത് ഞാൻ ഡെൽറ്റ ഡി ആയിട്ട് കണക്ട് ചെയ്യും, അപ്പോൾ എനിക്ക് എന്ത് കിട്ടും, V4. V4 എന്ന് ഞാൻ വന്ന് ദെൻ അവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന് L4 കിട്ടി. L4 കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നത്, L4 കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് പ്രൊസീജിയറിന് മാറ്റം വന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ L4 എന്ന് പറയുന്ന പോയിൻ്റ് എൻ്റെ ഫീഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു. അപ്പോൾ ഇത് എൻറിച്ചിങ് സെഷനാണ്, താഴേക്ക് എന്താണ്, സ്ട്രിപ്പിംഗ് സെഷനാണ്. അപ്പോൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഡെൽറ്റ ഡീനെ പകരം ആരെ കോൺസെൻട്രേറ്റ് ചെയ്യണം, എൻ്റെ ഡെൽറ്റ ഡബ്ല്യുവിനെ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ L4 വന്നു കഴിഞ്ഞാൽ പ്രൊസീജിയർ ഒന്ന് ചെറുതായിട്ട് മാറ്റി പിടിക്കുക. L4 എന്ന് ആരിലേക്കാണ് കണക്ഷൻ പോകുന്നത്, ഇത്രയും നേരം L1 ഡെൽറ്റ ഡി, L2 ഡെൽറ്റ ഡി, L3 ഡെൽറ്റ ഡി ആയിരുന്നെങ്കിൽ L4 വരുമ്പോൾ ഞാൻ എന്തിലേക്ക് കണക്ട് ചെയ്യാം, ഡെൽറ്റ ഡബ്ല്യുയിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ L4 വന്നാൽ ഡെൽറ്റ ഡബ്ല്യുയിലേക്കാണ് ഞാൻ കണക്ഷൻ പോകുന്നത്. ഓക്കെ, ആ ലൈന് നേരെ മുകളിലേക്ക് തന്നെ അങ്ങ് കൊടുക്കുക. അതായത് L4നെ ഡെൽറ്റ ഡബ്ല്യൂയിൽ കണക്ട് ചെയ്യുക, ആ ലൈന് നേരെ മുകളിലേക്ക് തന്നെ കൊടുക്കുക. ഓക്കെ, ദിസ് ഇസ് V5. അപ്പോൾ ഞാൻ L4 ഡെൽറ്റ ഡബ്ല്യു ഉപയോഗിച്ചിട്ടാണ് എന്ത് കണ്ടുപിടിച്ചത്, V5 കണ്ടുപിടിച്ചത്. L3 ഡെൽറ്റ ഡി ഉപയോഗിച്ച് V4, L2 ഡെൽറ്റ ഡി ഉപയോഗിച്ചിട്ട് V3. കാരണം അതൊക്കെ എന്തായിരുന്നു, എൻറിച്ചിങ് സെഷനിലായിരുന്നു. L4 എത്തിയപ്പോൾ എന്തായി, സ്ട്രിപ്പിംഗ് സെഷനിലായി. സോ L4 ഡെൽറ്റ ഡബ്ല്യു കണക്ട് ചെയ്യുക, നേരെ മുകളിലേക്ക് അങ്ങോട്ട് നീട്ടി വരയ്ക്കുക. അപ്പോൾ എന്ത് കിട്ടി, V5 കിട്ടി. സോ V5 കിട്ടി. നമ്മൾ സെയിം പ്രൊസീജിയർ തന്നെ താഴേക്ക് എവിടെ, ഡയഗണൽ തട്ടിക്കഴിഞ്ഞാൽ ഡോട്ട് ഇട്ട് കാണിച്ചാൽ മതി. ഡയഗണലിൽ നിന്ന് നേരെ ഹൊറിസോണ്ടൽ ലൈൻ എവിടേക്ക്, എൻ്റെ ഇക്വിലിബ്രിയത്തിൽ നിന്ന് നേരെ വീണ്ടും മുകളിലേക്ക് എൻ്റെ സാച്ചുറേറ്റഡ് ലിക്വിഡിൽ തട്ടുമ്പോൾ അതെന്തായിരിക്കും, L5 ആയിരിക്കും. അപ്പോൾ L4 ഡെൽറ്റ ഡബ്ല്യു, V5 കഴിഞ്ഞാൽ എന്താണ്, V3 കഴിഞ്ഞാൽ L3, V4 കഴിഞ്ഞാൽ L4 കഴിഞ്ഞാൽ V5 കഴിഞ്ഞാൽ എന്ത് വരണം, L5 വരണം. എൻ്റെ സെയിം പ്രൊസീജിയർ അല്ലേ, L5. അതായത് V5 എന്ന് ഡയഗണലിൽ നിന്ന് ഇക്വിലിബ്രിയത്തിൽ നിന്ന് L5 കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യുക, എൻ്റെ ഡെൽറ്റ ഡബ്ല്യൂയിലേക്ക് കണക്ട് ചെയ്യുക. ഓക്കെ, അത് വീണ്ടും മുകളിലേക്ക് പോവുക. സോ എൻ്റെ വാപ്പറിൽ കൊണ്ടുപോയി തട്ടിക്കുക, അതാണ് എൻ്റെ V6. സോ V6 എന്ന് നേരെ വീണ്ടും എൻ്റെ റെഫറൻസ് ലൈനിൽ നിന്ന് വീണ്ടും എൻ്റെ ഇക്വിലിബ്രിയത്തിൽ നേരെ മുകളിലേക്ക് പോകുമ്പോൾ അതെന്ത് കിട്ടും, L6 കിട്ടും അല്ലേ. L5 എന്ന് ഞാൻ ഡെൽറ്റ ഡബ്ല്യൂയിലേക്ക് കണക്ട് ചെയ്ത് ഡെൽറ്റ ഡബ്ല്യു നിന്ന് നേരെ മുകളിലേക്ക് വരച്ചപ്പോൾ എനിക്ക് എന്ത് കിട്ടി, V6 കിട്ടി. V6 എന്ന് ഞാൻ എന്ത് കണ്ടുപിടിക്കുകയാണ്, L6 കണ്ടുപിടിക്കുക. അപ്പോൾ L6 എത്തിയപ്പോൾ എൻ്റെ L6 ഏകദേശം ഡെൽറ്റ ഡബ്ല്യുവിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഡെൽറ്റ ഡബ്ല്യുവിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഡെൽറ്റ ഡബ്ല്യുവിൻ്റെ ഇപ്പുറത്തോ എത്തിക്കഴിഞ്ഞാൽ നിർത്താം. കാരണം ഡെൽറ്റ ഡി മുതൽ ഡെൽറ്റ ഡബ്ല്യു വരെ എന്തുള്ളൂ, എൻ്റെ ഡിസ്ലേഷൻ ഉള്ളൂ അല്ലേ. ഡെൽറ്റ ഡി മുതൽ ഡെൽറ്റ ഡബ്ല്യു വരെ, അതാണ് എൻ്റെ പോയിൻറ്റ്. ഡെൽറ്റ ഡിയും എഫും ഡെൽറ്റ ഡബ്ല്യു. അപ്പോൾ ഡെൽറ്റ ഡബ്ല്യുയിൽ എത്തിക്കഴിഞ്ഞാൽ നിർത്താം, L6 നിർത്താം. പിന്നെ ഡെൽറ്റ ഡബ്ല്യൂയിലേക്ക് കണക്ട് ചെയ്യാന്ന് വെച്ചാൽ വെർട്ടിക്കൽ ലൈനാണ് വരിക. പിന്നെ അത് മുകളിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഇനി ഇത് നമ്പർ ഓഫ് സ്റ്റേജ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വരച്ച് കളിക്കാം. അതിന് പകരം സിമ്പിളായിട്ട് ചെയ്യാവുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് V1 ഉണ്ടാവും, L1 ഉണ്ടാവും. ഈ V1ഉം L1ഉം എന്ന് പറയുന്നത് ഒരു സ്റ്റേജാണ്. അതേപോലെ V2 L2 എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്റ്റേജാണ്. V3 L3 മൂന്നാമത്തെ സ്റ്റേജാണ്. V4 L4 4ആണ്. V5 L5 5ആണ്. V6 L6 6ആണ്. എന്ന് വെച്ചാൽ ഇതെല്ലാം വരച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ ബോർഡിലായതുകൊണ്ടാണ് ഇത്രയും കുത്തിവരയത്. നിങ്ങൾ വരയ്ക്കുമ്പോൾ കുറച്ചും കൂടെ കുത്തിവരേണ്ട എണ്ണം കുറയും. അപ്പോൾ V6ഉം L6ഉം കൂടെ നിങ്ങൾ ചെറുതായിട്ടൊന്ന് പെന്നുകൊണ്ടോ ഒന്ന് ഡോട്ട് ഇട്ട് കാണിച്ചാൽ മതി നമ്പർ ഓഫ് സ്റ്റേജ്. V5ഉം L5ഉം തമ്മിലൊന്ന് ഡോട്ട് ഇട്ട് കാണിക്കുക നമ്പർ ഓഫ് സ്റ്റേജ്. ഓക്കെ,
അതേപോലെ V3L3. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ തുടക്കത്തിലൊരു കാര്യം പറഞ്ഞായിരുന്നു, എൻ്റെ സ്റ്റേജ് എടുക്കുമ്പോൾ വേപ്പർ V1 മുകളിലേക്ക് പോകുമ്പോൾ ലിക്വിഡ് L1 താഴേക്ക് പോകും. സോ L1 V1 ഫസ്റ്റ് സ്റ്റേജ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ V1 L1 ഒരു സ്റ്റേജ്, V2 L2 സെക്കൻഡ്, V3L3 തേർഡ്, V4L4 4, V5L5 5, V6L6 അവസാനിച്ച്. സോ 6 സ്റ്റേജ് ഇൻക്ലൂഡിങ് റീബോയിലർ. സോ ഒരെണ്ണം കുറയ്ക്കുക, 5 ഉണ്ടാവും ഇൻ ദ കോളം. ഓക്കെ, ഇതാണ് മെത്തേഡ്. ഇത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എൻ്റെ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. V1 നേരെ താഴേക്ക് വരച്ചു. ഓക്കെ, ഡയഗണൽ തട്ടി ഇക്വിലിബ്രിയം നേരെ മുകളിലേക്ക് എടുത്താൽ L1, V1 കഴിഞ്ഞാൽ നേരെ L1ലേക്ക് പോവാം. L1 കിട്ടിക്കഴിഞ്ഞാൽ ഡെൽറ്റ ഡിയിലേക്ക് കണക്ട് ചെയ്യുക. ഡെൽറ്റ ഡിയിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ സാച്ചുറേറ്റഡ് വേപ്പറിൽ വെച്ചിട്ട്, അതായത് എൻ്റെ H വേഴ്സസ് Yയിൽ എവിടെയാണോ കട്ട് ചെയ്യുന്നത് അതായിരിക്കും V2. V2 കഴിഞ്ഞാൽ നേരെ പ്രൊസീജിയർ ഡയഗണൽ ഇക്വിലിബ്രിയം സാച്ചുറേറ്റഡ് ലിക്വിഡ്. അപ്പോൾ എന്ത് കിട്ടും? L2. L2 ഡെൽറ്റ ഡിയിലേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ ഒരു പോയിന്റിൽ വെച്ച് കട്ട് ചെയ്യും. ഏതിൽ? സാച്ചുറേറ്റഡ് വേപ്പറിൽ, അല്ലെങ്കിൽ H വേഴ്സസ് Yയിൽ കട്ട് ചെയ്യും. അതിൻ്റെ V3. V3 കിട്ടിക്കഴിഞ്ഞാൽ സെയിം ഡയഗണൽ വരിക, ഇക്വിലിബ്രിയം വരിക, മുകളിലേക്ക് പോവുക. എന്ത് വരും? L3. L3 പിന്നെ എന്ത് ചെയ്യുക? ഡെൽറ്റ ഡിയിലേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ സാച്ചുറേറ്റഡ് വേപ്പറിൽ എവിടെയാണോ കട്ട് ചെയ്തത് അത് V4. V4 കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഡയഗണൽ ഇക്വിലിബ്രിയം മുകളിൽ L4 കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ നിർത്തിയതിൻ്റെ ഡെൽറ്റ ഡിയിലേക്കുള്ള കണക്ഷൻ നിർത്തി. കാരണം ഫീഡിൻ്റെ ലെഫ്റ്റിലേക്ക് വന്നു, എന്ന് വെച്ചാൽ സ്ട്രിപ്പിംഗ് സെക്ഷനിലേക്ക് കയറി വന്നു. അപ്പോൾ L4 ഞാൻ എന്തിലേക്ക് കണക്ട് ചെയ്യുക? ഡെൽറ്റ ഡബ്ല്യൂയിലേക്ക് കണക്ട് ചെയ്യുക. ഡെൽറ്റ ഡബ്ല്യൂ കണക്ട് ചെയ്ത് അതേപോലെ തന്നെ നീട്ടി മുകളിലേക്ക് വരയ്ക്കുക. കട്ട് ചെയ്യുന്നത് H വേഴ്സസ് Yയിൽ കട്ട് ചെയ്യുന്നത് V5. V5 വീണ്ടും ഡയഗണൽ ഇക്വിലിബ്രിയം മുകളിലേക്ക് എടുത്താൽ എന്ത് വരും? L5 വീണ്ടും ഡെൽറ്റ ഡബ്ല്യൂ നേരെ മുകളിലേക്ക് എടുത്താൽ എന്ത് വരും? V6 ഡയഗണൽ ഇക്വിലിബ്രിയം മുകളിലേക്ക് എടുത്താൽ L6 എത്തിയപ്പോൾ ഏകദേശം ഡെൽറ്റ ഡബ്ല്യൂ പോയിൻറ്റിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് എത്തിയാൽ നിർത്താം. ഓക്കെ, ചിലത് ലെഫ്റ്റിലേക്ക് എത്തിയപ്പോൾ അപ്രോക്സിമേറ്റ്ലി 6 സ്റ്റേജ് അങ്ങോട്ട് എഴുതും. വേണമെങ്കിൽ ഫ്രാക്ഷനൊക്കെ കണ്ടുപിടിക്കാം. ഇതിനെ വരയ്ക്കുമ്പോഴേക്കും ഒരു നേരാവും. ഓക്കെ, സംഭവം കൺസെപ്റ്റ് കത്തിയും വിചാരിക്കുന്ന ഈ HD' അതേപോലെ HW' ഇക്വേഷൻ ക്യൂസിയും ക്യൂബിയും കൂടെ കണ്ടുപിടിക്കാനുണ്ടാവും. മിനിമം റിഫ്ലക്സ്, ആക്ച്വൽ റിഫ്ലക്സ്. ഇനി ഇതിൽ ടോട്ടൽ റിഫ്ലക്സിൻ്റെ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം. ഇതുവരെ ചോദിച്ചിട്ടില്ല, വേണമെങ്കിൽ ചോദിക്കാം. അതാകുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് സ്റ്റേജ് വരയ്ക്കാൻ ഭയങ്കര എളുപ്പമാണ്. ദെൻ ഇതിൽ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. കാരണം ഞാൻ വരച്ചത് വെച്ചിട്ട് നിങ്ങൾ ചിലപ്പോൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് അടിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ F ഉണ്ട്, സാച്ചുറേറ്റഡ് ലിക്വിഡിൽ XFന് കറസ്പോണ്ടിങ് ആയിട്ട്. അപ്പോൾ ഞാനത് ഇക്വിലിബ്രിയത്തിൽ തട്ടിക്കുന്നു, ദെൻ ഹൊറിസോണ്ടലി ഡയഗണൽ കൊണ്ടുവരുന്നു, ദെൻ മുകളിലേക്ക് എടുക്കുമ്പോൾ എൻ്റെ സാച്ചുറേറ്റഡ് വേപ്പറിൽ തട്ടിക്കുന്നു. സോ ഇത് തമ്മിൽ ഞാൻ കണക്ട് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ എൻ്റെ XD എന്നുള്ള ലൈനിൽ എവിടെയാണോ തട്ടുന്നത് അതാണ് എൻ്റെ എന്ത്? ഡെൽറ്റ ഡി എം എന്ന് പറയുന്നത്, അല്ലേ? ഇതാണ് എൻ്റെ ഡെൽറ്റ ഡി എം എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ അതിൽ കറസ്പോണ്ടിങ് ആയിട്ട് എന്താൽപ്പി എടുക്കുകയാണെങ്കിൽ HDM' ഉണ്ടാവും. ദെൻ അല്ലെങ്കിൽ ഈ സൈഡ് നോക്കുക, HDM' ഉണ്ടാവും. ഓക്കെ, അപ്പോൾ RM എന്ന് എൻ്റെ എക്സ്പ്രഷനിൽ HDM' മൈനസ് HV1/HV1 മൈനസ് HL0 ഈ എക്സ്പ്രഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു പറഞ്ഞാൽ RM കണ്ടുപിടിക്കും. ദെൻ ആക്ച്വൽ R എന്ന് പറയുമ്പോൾ 1.5 ടൈംസ് RM, അല്ലെങ്കിൽ ആറിൻ്റെ വാല്യൂ ക്വസ്റ്റിൽ തന്നിട്ടുണ്ടാവും. അപ്പോൾ ആക്ച്വൽ H' കിട്ടും. ആറിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആക്ച്വൽ H' കിട്ടും, അല്ലേ? അതായത് ഇതിൽ HV1 നോൺ ആണ്, HL0 നോൺ ആണ്, R നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ദെൻ അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? HD' കണ്ടുപിടിക്കാം. ആ HD' വാല്യൂ വെച്ചിട്ട്, അതായത് HDM' ഇപ്പോൾ ഒരു 32,000 ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ HD' എത്ര ഉണ്ടാവും എന്ന് വെച്ചാൽ ഒരു 42,000 43,000 ആ ഒരു റേഞ്ച് കിട്ടുമെന്ന് വിചാരിച്ചോ. കാരണം R 1.5 RM ആണ്. അപ്പോൾ റിഫ്ലക്സ് റേഷ്യോ കൂടിയാൽ HD' ആക്ച്വലി കൂടണം. ഓക്കെ, അതായത് ഞാൻ അത് എക്സാമ്പിൾ ഞാൻ എൻ്റെ ബോർഡിലേക്ക് ഇനി മുകളിലേക്ക് വരയ്ക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഡെൽറ്റ ഡി എമ്മിൻ്റെ അടുത്ത് തന്നെയാണ് വരച്ചത്. പക്ഷെ ആക്ച്വലി പ്രോബ്ലം ചെയ്യുമ്പോൾ ഡെൽറ്റ ഡി എം താഴെ കിടക്കും, ഡെൽറ്റ ഡി കുറച്ചും കൂടെ മുകളിലാണ് കിടക്കുക. കാരണം എന്താ? HDM' ആണ് ചെറുത്, HD' ആണ് വലുത്. അപ്പോൾ ഡെൽറ്റ ഡി മുകളിലേക്ക് കിടക്കും. അപ്പോൾ ഞാൻ വരയ്ക്കുമ്പോൾ ശരിക്കും വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഡെൽറ്റ ഡി മുകളിൽ നിൽക്കും, ഡെൽറ്റ ഡിയും എഫും തമ്മിൽ ആദ്യം കണക്ട് ചെയ്യുക. അത് നേരെ എക്സ്ട്രാപ്പുലേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ XW എന്ന് വരുന്ന പോയിന്റ് എവിടെയാണോ അവിടെ ഡെൽറ്റ ഡബ്ല്യു കണക്ട് ചെയ്യുക. സോ ഡെൽറ്റ ഡബ്ല്യു
എഫ് ഡെൽറ്റ ഡി. റെഡി അല്ലേ? ഡെൽറ്റ ഡി എഫ് ഡെൽറ്റ ഡബ്ല്യു. അപ്പോൾ ഞാൻ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ എച്ചിൽ വാല്യൂസ് എടുക്കുമ്പോൾ നിങ്ങൾ സ്കെയില് മാക്സിമത്തിൽ, അതായത് 3000 4000 ഒക്കെ പിടിച്ചിട്ട് എടുക്കുക. കാരണം ഡെൽറ്റ ഡി എമ്മിൻ്റെ കുറേ മുകളിലേക്ക് ഡെൽറ്റ ഡി പോയാൽ നിങ്ങൾ ഗ്രാഫിൽ ഡെൽറ്റ ഡി നമുക്ക് കിട്ടൂല. നിങ്ങൾ ഗ്രാഫിൽ ഡെൽറ്റ ഡി നിൽക്കണമെങ്കിൽ, അതായത് ഇപ്പോൾ ഞാൻ വരച്ചിരിക്കുന്നത് ഇതുവരെയാണ്, ഇപ്പോൾ ഡെൽറ്റ ഡിൻ്റെ മുകളിലേക്ക് കയറിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗ്രാഫ് വന്നിട്ട് ഒട്ടിക്കുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് സ്കെയിൽ കുറച്ചും കൂടെ കയറ്റിയെടുത്തോളാം. ഓക്കെ, ഞാൻ ആ ബോർഡിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഞാൻ ഡെൽറ്റ ഡി താഴെയാണ് കേട്ടോ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്തത്. കാരണം എൻ്റെ ബോർഡിലേക്ക് മുകളിലേക്ക് ഇനി വരച്ചാൽ കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ഡെൽറ്റ ഡി എക്സാമ്പിൾ കാണിക്കുമ്പോൾ താഴെ വെച്ചിട്ടാണ് വരച്ചത്. പക്ഷേ അങ്ങനെ ആക്ച്വലി നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഡെൽറ്റ ഡി എമ്മിൻ്റെ മുകളിലായിരിക്കും ഡെൽറ്റ ഡി ഉണ്ടാവുക. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കണം. ഡെൽറ്റ ഡി എമ്മിൻ്റെ മുകളിലായിരിക്കും ആരുണ്ടാവുക? ഡെൽറ്റ ഡി ഉണ്ടാവുക. കാരണം എച്ച് ഡി ഡാഷിൻ്റെ വാല്യൂ എച്ച് ഡി എം ഡാഷിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ ഡെൽറ്റ ഡി എന്ന് പറയുന്നത് എന്താ? എക്സ് ഡിയും എച്ച് ഡി ഡാഷും ആണ് അല്ലെ? എച്ച് ഡി ഡാഷിൻ്റെ വാല്യൂ എച്ച് ഡി എം ഡാഷിനേക്കാളും കുറച്ചും കൂടെ കൂടുതലായിരിക്കും. അപ്പോൾ എക്സ് ഡി ഡാഷിൽ ഡെൽറ്റ ഡി കിട്ടും. ഡെൽറ്റ ഡി എഫ് തമ്മിൽ കണക്ട് ചെയ്യുക, നേരെ എക്സ്ട്രാപോളേറ്റ് ചെയ്തിട്ട് എക്സ് ഡബ്ല്യൂയിൽ കൊണ്ട് തട്ടിക്കുന്ന ഡെൽറ്റ ഡബ്ല്യു. ക്ലിയർ അല്ലേ? ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇനി നമുക്ക് ടോട്ടൽ റിഫ്ലക്സിൻ്റെ കേസും കൂടെ ഡിസ്കസ് ചെയ്യാം. നമ്മൾ ടോട്ടൽ റിഫ്ലക്സിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ വളരെ സിമ്പിളാണ്. അതുകൊണ്ട് ഇത് ചോദിക്കാറില്ല. ചോദിക്കാത്തത് എന്തുകൊണ്ടാണെന്നുള്ളതും കൂടെ ഇത് വരയ്ക്കുമ്പോൾ മനസ്സിലായിക്കോളും. ഓക്കെ, ഇത് എച്ച് വേഴ്സസ് എക്സ്, ഇത് എച്ച് വേഴ്സസ് വൈ. അപ്പോൾ ഡയഗണൽ വരച്ച് എൻ്റെ ഇക്വിലിബ്രിയം വരച്ചിട്ടുണ്ട്. ഇനി ടോട്ടൽ റിഫ്ലക്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആർ ഇൻഫിനിറ്റി കണ്ടുപിടിക്കുമ്പോൾ എച്ച് ഡി ഡാഷ് എവിടെയായിരിക്കും? ഇൻഫിനിറ്റിയിലായിരിക്കും. അപ്പോൾ ഡെൽറ്റ ഡി ഏതോ മുകളിൽ എവിടെയോ കിടക്കുന്നു. ഇതാണ് നമ്മളെ കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ എക്സ് ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് കിട്ടും? ഇവിടെ എന്തുണ്ട്? L1 ഉണ്ട്, L0 ഉണ്ട്. ഇവിടെ എന്തുണ്ട്? V1 ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ V1 നിന്ന് L0യിലേക്ക് വരയ്ക്കുന്ന ഡയഗണൽ നേരെ ഇക്വിലിബ്രിയത്തിൽ തട്ടിക്കുന്ന, ഇക്വിലിബ്രിയത്തിൽ നേരെ മുകളിലേക്ക് എടുത്താൽ എന്ത് കിട്ടും? L1 കിട്ടും. ഇനി എന്താ ചെയ്യേണ്ടത്? ഡെൽറ്റ ഡിയിലേക്ക് കണക്ട് ചെയ്യണം അല്ലേ? അതാണ് നമ്മുടെ പ്രൊസീജിയർ. അപ്പോൾ ഡെൽറ്റ ഡി ഏതോ എവിടെയോ കിടക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നേരെ കുത്തനെ മുകളിലേക്ക് വരയ്ക്കാം. ഓക്കെ, കിട്ടുന്ന എന്താണ്? V2. then ഇത് വീണ്ടും എന്ത് ചെയ്യുക? V2 നിന്ന് നേരെ താഴേക്ക് ഡയഗണൽ, വീണ്ടും ഇക്വിലിബ്രിയത്തിൽ നേരെ മുകളിലേക്ക് എടുത്താൽ എന്ത് കിട്ടും? L2 കിട്ടും. L2 കിട്ടിക്കഴിഞ്ഞാൽ ഡെൽറ്റ ഡിയിലേക്ക് വരയ്ക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഡെൽറ്റ ഡി ഇൻഫിനിറ്റിയിലാണ് എടുക്കുന്നത്, ആർ ഇൻഫിനിറ്റിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? വീണ്ടും കുത്തനെ മുകളിലേക്ക് വരയ്ക്കുക. V3 നിന്ന് നേരെ വീണ്ടും ഡയഗണൽ ഇക്വിലിബ്രിയം, then ഇക്വിലിബ്രിയത്തിൽ നിന്ന് മുകളിലേക്ക് എടുത്താൽ എന്ത് വരും? L3 നിന്ന് ഡെൽറ്റ ഡി ഡെൽറ്റ ഡബ്ല്യു എന്തായാലും വേണ്ടിയില്ല, എന്ത് ചെയ്യുക? കുത്തനെ മുകളിലേക്ക് തന്നെ വരയ്ക്കുക. കാരണം ഇൻഫിനിറ്റിയുടെ കേസാണ് നമ്മൾ പഠിക്കുന്നത്. സോ V4 ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എടുക്കുക, വീണ്ടും ഇതെടുക്കുക, വീണ്ടും മുകളിലേക്ക് എടുക്കുക. അപ്പോൾ L4 കിട്ടും. L4 കിട്ടുമ്പോഴേക്കും ഏകദേശം XW ആയിട്ടുണ്ടാവും. ഇതാണ് എൻ്റെ XW എന്ന് വിചാരിച്ചോ. ഓക്കെ, L4 എത്തിയപ്പോഴേക്കും ഏകദേശം XW ആയിട്ടുണ്ടാവും. നിർത്തുക. അപ്പോൾ L4 V4 എന്നുള്ളതാണ് എൻ്റെ ഒരു സ്റ്റേജ്. L3 V3 രണ്ടാമത്തെ സ്റ്റേജ്, L2 V2 മൂന്നാമത്തെ സ്റ്റേജ്, L1 V1 നാലാമത്തെ സ്റ്റേജ്. കോഞ്ചൻ സാവരി മെത്തേഡിൽ ടോട്ടൽ റിഫ്ലക്സ് നമ്മൾ ചെയ്തു, 4 സ്റ്റേജ് കിട്ടി. ഇനി മെക്കാബെ തിയറി മെത്തേഡ് ആണെങ്കിൽ നിങ്ങൾ നോക്കിക്കോ. 1 2 3 ഇതിൻ്റെ നാലാമത്തെ സ്റ്റേജ് 4. ഓക്കെ, അപ്പോൾ മെക്കാബെ തിയറി മെത്തേഡിലും ടോട്ടൽ റിഫ്ലക്സ് വേണമെങ്കിൽ ചോദിക്കാം, 4 മാർക്കിന് 5 മാർക്കിനൊക്കെ. അപ്പോൾ നമ്മൾ മെക്കാബെ തിയറി മെത്തേഡിൽ ടോട്ടൽ റിഫ്ലക്സിൽ നമ്പർ ഓഫ് സ്റ്റേജ് ചോദിക്കുകയാണെങ്കിൽ എന്താ ചെയ്യുക? റെഫറൻസ് ലൈൻ വരയ്ക്കുക, ഡയഗണൽ വരയ്ക്കുക, ഇക്വിലിബ്രിയം വരയ്ക്കുക, XD നിന്ന് XW വരെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് ഡയഗണൽ ട്രയാങ്കിൾ വരച്ച് പോവുക. ആദ്യം ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ. എത്ര സ്റ്റേജ് ഉണ്ട്? 1 2 3 4. ഓക്കെ അല്ലേ? അതായത് എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? 1 2 3 4. ഇതാണ് ടോട്ടൽ റിഫ്ലക്സിൽ നമ്മൾ നമ്പർ ഓഫ് സ്റ്റേജ് കണ്ടുപിടിക്കുക. മെക്കാബെ തിയറി ആണെങ്കിൽ, പൊഞ്ചനാണെങ്കിൽ ഇത് മുകളിലേക്ക് വരച്ച് കളിക്കും. രണ്ടും ആൻസർ സെയിം ആണ്. ഇതാകുമ്പോൾ മുകളിലേക്ക് വരയ്ക്കുന്നു, താഴേക്ക് വരയ്ക്കുന്നു, മുകളിലേക്ക് വരയ്ക്കുന്നു. ഡെൽറ്റ ഡി ഇൻഫിനിറ്റിയിലായതുകൊണ്ട് കുത്തനെ മുകളിലേക്ക് വരച്ച് കളിക്കുന്നു. ഇത് അധികം ചോദിക്കാറില്ല, എങ്കിലും ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. പ്രൊസീജിയർ ഞാൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട്, അതേപോലെ മെക്കാബെയിൽ ടോട്ടൽ റിഫ്ലക്സ് ചോദിക്കുകയാണെങ്കിൽ എഴുതാൻ വേണ്ടിയിട്ട്.
ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നത്. നിങ്ങളൊന്ന് വരയ്ക്കുക, നിങ്ങൾ ടെക്സ്റ്റിൽ സോൾവ്ഡ് പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ടൊന്ന് ആ നമ്പർ ഓഫ് സ്റ്റേജ് കിട്ടുന്നുണ്ടോ എന്നൊന്ന് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ അതിലുള്ള പോലെ തന്നെ വേണമെന്നൊന്നുമില്ല, ഞാൻ ഇത് പറഞ്ഞ പോലെ ഇത് എണ്ണിയാൽ മതി. L4 V4, L3 V3, L2 V2, L1 V1. L1 വന്നാൽ V1 L1 ഒരു സ്റ്റേജായി, L2 വന്നാൽ V2 L2 2 സ്റ്റേജായി, V3 L3 3 സ്റ്റേജ്, V4 L4 4 സ്റ്റേജ്. ഓക്കെ, സോ പഞ്ചനെ ഒരു ഐഡിയ ഇട്ട് വിചാരിക്കുന്ന നല്ലോണം ചെയ്യാം. 15 മാർക്ക് പ്രോബ്ലമാണ്. ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് സമയം, ഒരു 1.5 മണിക്കൂർ ഇതിന് വേണ്ടിയിട്ട് ചിലവാക്കരുത്. കാരണം ഈ 15 മാർക്കിന് 1.5 മണിക്കൂർ ചിലവാക്കി പാസ്സാവുന്നതിന് ഉണ്ടാവില്ല. അപ്പോൾ പെട്ടെന്നൊരു 40-45 മിനിറ്റ് കൊണ്ട് തന്നെ ഒന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.